ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ ഹൈക്കോടതി. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നത് മകൻ SP ആയതുകൊണ്ടാണോ എന്ന് കോടതി ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അമിതാധികാരം നൽകിയ ദേവസ്വം ബോർഡ് നടപടിയെയും കോടതി വിമർശിച്ചു. കേസിലെ വിവിധ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ വിമർശനം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത്. കേസിൽ പങ്കില്ലെന്നായിരുന്നു മൂവരുടെയും വാദം. എന്നാൽ ഇത് കോടതി തള്ളി. പത്മകുമാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണെന്നും മെറിറ്റ് നോക്കി മാത്രമേ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കൂവെന്നും കോടതി പറഞ്ഞു. വാദത്തിനിടെ ദേവസ്വം ബോർഡിനെയും കോടതി വിമർശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനെന്നും ഇങ്ങനെയെങ്കിൽ പിന്നെന്തിനാണ് ദേവസ്വം ബോർഡെന്നും കോടതി ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയേറിയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നുവെന്നും കോടതി വിമർശിച്ചു. SITക്കെതിരെയും കോടതി ചോദ്യം ഉന്നയിച്ചു. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ടാണെന്നും മകൻ SP ആയതുകൊണ്ടാണോ എന്നും സിംഗിൾ ബെഞ്ച് ചോദിച്ചു. ക്ഷേത്രസ്വത്ത് സംരക്ഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം സർക്കാർ ഗൗരവമായി ചിന്തിക്കണമെന്നും ദേവസ്വം മാനുവൽ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. 3 ജാമ്യാപേക്ഷകളിലും വാദം കേട്ട ഹൈക്കോടതി ഹർജികൾ വിധി പറയാൻ മാറ്റി. മീഡിയ 1 കൊച്ചി.